വെജിറ്റബിൾ കറി വെക്കാനായിട്ട് ഞാനിവിടെ കുക്കറിൻ്റെ അകത്ത് ഞാനെടുത്ത വെജിറ്റബിൾ ഏതൊക്കെയാണെന്ന് പറയാം. അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്ത വെജിറ്റബിൾസ് ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, കുറച്ച് മട്ടർ. അതൊക്കെ ഒത്തിരി ക്യാരറ്റൊക്കെ ഞാൻ ഒത്തിരി വലുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത്, ഇച്ചിരി ഒരു ചെറിയ പീസായിട്ട് അരിഞ്ഞേക്കുന്നത്. ബീൻസും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, നമ്മൾ തോരൻ വെക്കുന്നതിനേക്കാൾ ഒരു ഇച്ചിരിയും കൂടെ വലുതായിട്ട്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും സ്വല്പം വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു വലിയ സവാള, ആ സവാള ഇച്ചിരി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കവും 2 ടൊമാറ്റോയും, ചെറിയ ടൊമാറ്റോ ആയിരുന്നു അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 1 എണ്ണം മതിയേ. ഞാൻ ക്യാപ്സിക്കത്തിലെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, അതൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയും ക്യാപ്സിക്കവും ടൊമാറ്റോയൊക്കെ ഒന്ന് വഴന്ന് വന്നോണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഞാൻ എരിവുള്ളതല്ല ചേർത്ത് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇതിൻ്റെ ഈ മസാലയുടെയൊക്കെ പച്ചമണം ഒരു ഇച്ചിരി മാന്നിടം വരെ നമുക്കൊന്ന് ഇത് വഴറ്റി കൊടുക്കാം. മസാലയുടെയൊക്കെ പച്ചമണം പോയണേ ഞാൻ കുക്കറിൽ വേവിച്ച വെജിറ്റബിൾസ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഒറ്റ വിസിലടിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ കുക്കറിൽ ഒരു വിസിലിൽ ചോന് വേവത്തില്ല എങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് വിസിൽ അഡ്ജസ്റ്റ് ചെയ്യാമേ. എൻ്റേതിപ്പം ഒരു വിസിലിൽ നന്നായി വേവും. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഞാൻ ആ കുക്കറിൻ്റെ അകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് ഒരു സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. കുക്കറിൽ ഇപ്പം വെള്ളം ഒഴിച്ചുണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ട് അങ്ങ് ചൂടാവും, അല്ല എങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ഒരു 10 അണ്ടിപ്പരിപ്പും 2 ഏലക്കയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ അരച്ചതോടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ല എങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ലാസ്റ്റിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കും ലാസ്റ്റിൽ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഈ കറി അപ്പത്തിന്, ചപ്പാത്തി, ഇടിയപ്പം, ചോറിൻ്റെ കൂടെ നല്ലതാണ്. അപ്പോൾ ഇതിനൊക്കെ ചപ്പാത്തി അപ്പത്തിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഈ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നു. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇച്ചിരി നേരം കഴിഞ്ഞ് കുറേയും കൂടെ നന്നായിട്ട് തണുക്കുന്നുണ്ട്, ഇച്ചിരിയും കൂടെ കുറുകിയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കണം. നിങ്ങൾക്കിപ്പം തേങ്ങ അരച്ച് ചേർക്കണ്ട എങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ചേർത്താലും മതിയേ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. നമ്മുടെ അടിപൊളി കറി ഇവിടെ ഇപ്പം കുറച്ചുകൂടെ അങ്ങ് തിക്കായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി നമുക്ക് നോക്കാം. അതും നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിപ്പിക്കകത്ത് ഞാൻ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാനൊരു ടിപ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 കറിവേപ്പിലയും ഒരു 3 മീഡിയം സൈസിലെ സവാള, അതിൽ 2-3 വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞതും, പച്ചമുളക്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഞാനൊരു 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്. ഇതിന് പച്ചമുളകിൻ്റെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കും, അതിൻ്റെയും കൂടെ എരിവാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതും അപ്പം, ചപ്പാത്തി, ഇടിയപ്പം ഇതിനൊക്കെ അടിപൊളി ഒരു കറിയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടൊമാറ്റോയുടെ, ഇതൊരു വലിയതായതുകൊണ്ട് ഒരു വലിയ ടൊമാറ്റോ, ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം ചേർക്കാം. പിന്നെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പം ഞാൻ ഈ ടൊമാറ്റോയുടെ അരിഞ്ഞു കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതിപ്പോൾ അധികം പുളിപ്പുള്ള ടൊമാറ്റോ അല്ല, കാണാൻ നല്ല റെഡ് കളർ ഉണ്ടെങ്കിലും വെറും അങ്ങനെ വലിയ പുളിപ്പൊന്നുമില്ല. പുളിപ്പുള്ളതാണെങ്കിൽ 1 എണ്ണം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൂടെ ഒന്ന് വഴറ്റി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇച്ചിരി നേരം വേണമെങ്കിൽ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പം നന്നായി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ട കുക്കറിലാണ് വേവിച്ചത്. മുട്ടയും 2 ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് ഒരു വിസിലടിച്ചെടുത്തു. അപ്പോൾ ആ ഉരുളൻകിഴങ്ങ് ഞാനിപ്പോൾ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് 2 ഇതിലോട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പം ചീനച്ചട്ടിയിൽ അടിക്ക് പിടിച്ചത് കൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം അടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിക്ക് പിടിക്കുന്നില്ല എങ്കിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ആ ഉരുളൻകിഴങ്ങിനൊക്കെ ഇത്തിരി ഒരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി
മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഓൾറെഡി മുക്കാലും വെന്തതാണ്. അപ്പോൾ ഇതിൽ അതൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ഇച്ചിരി പൊടികൾ ചേർക്കുന്നുണ്ട്. ഞാനൊരു 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും എരിവാണ് നമുക്കിതിൽ കിട്ടുന്നത്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് പോലെ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചോ ക്രീമോ അണ്ടിപ്പരിപ്പ് അരച്ച്, കാരണം തിക്കായിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യും. നിസാരക്കാർക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചെയ്താൽ നല്ല കൊഴുപ്പുള്ള കറി കിട്ടും. മുട്ടക്കറി ആണെങ്കിലും കിഴങ്ങ് കറി ആണെങ്കിലും കടലയ്ക്കകത്താണെങ്കിലും എല്ലാം ഇത് ചേർക്കാം. അതായത് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ കടലമാവ്. ഒത്തിരി ചേർക്കരുത്. ഒത്തിരി ചേർത്താൽ കടലമാവിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഞാൻ ഇത്രയും കറിക്ക് 2 ടീസ്പൂൺ നിറച്ചെടുത്തില്ല. ഒരു കുറച്ചുകൂടെ എടുത്ത് ഒന്നര ഒരു ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ലാസ്റ്റിൽ ഇതിലും നമ്മൾ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കും. കാരണം പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ കറിക്കൊക്കെ ഒരു കടലമാവിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കിട്ടും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇതും തണുക്കുന്നുടനെ നല്ല കുറുകിയിരിക്കും. ഇപ്പം നമ്മൾ ചാറോടുകൂടി എടുത്താലും കടലമാവ് നമ്മൾ ചേർത്തത് കൊണ്ട് ഒരു ഇച്ചിരി കഴിഞ്ഞിട്ടേ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ആ കറിയൊക്കെ ദാണ്ട തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചപ്പം നിങ്ങൾ കടലമാവ് ആദ്യം ചേർത്തിട്ട് അയ്യോ കറിക്ക് കൊഴുപ്പില്ല, തിളയ്ക്കുന്നതിന് മുമ്പിട്ട് കറിക്ക് കൊഴുപ്പില്ല എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും ചേർക്കരുത്. കറി ഒന്ന് തിളച്ചിട്ടൊക്കെ അതിൻ്റെ ആ കൊഴുപ്പ് ഇറങ്ങത്തുള്ളൂ. ഇപ്പം ദാണ്ട തിളച്ചുടനെ കൊഴുപ്പ് കണ്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി ചേർക്കരുത്. അപ്പം ഞാനിതിലേക്ക് മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാണ് ദാണ്ട കറിയൊക്കെ നല്ല തിക്കായിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്ക് എത്രയും ചാറ് വേണോ അതനുസരിച്ച് ചാറാക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കുറിയ ചാറോടുകൂടിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് പ്രയോജനമായി എങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.